ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് തുളസീദാസ് പരമേശ്വരൻ. പ്രധാന വാർത്തകൾ. കോവിഡ് വാക്സിന്റെ ട്രൈ റൺ മറ്റന്നാൾ മുതൽ രാജ്യമെമ്പാടും നടക്കും. ഇന്ത്യ ലോകത്തെ ഏറ്റവും വലിയ വാക്സിനേഷൻ പദ്ധതി നടപ്പാക്കാൻ ഒരുങ്ങുകയാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. കേന്ദ്രത്തിന്റെ പുതിയ കാർഷിക നിയമങ്ങൾക്കെതിരെ കേരളം നിയമസഭ പ്രമേയം പാസാക്കി. കേരളത്തിൽ ഇന്ന് കോവിഡ് സ്ഥിരീകരിച്ചത് 5215 പേർക്ക്. രോഗസ്ഥിരീകരണ നിരക്ക് 8.95%. സംസ്ഥാനത്തെ പൊതുവിദ്യാലയങ്ങളിൽ SSLC +2 ക്ലാസുകൾ നാളെ മുതൽ. ആത്മവിശ്വാസത്തോടെ സ്കൂളുകളിൽ എത്തണമെന്ന് മന്ത്രി കെ ശൈലജ. കോവിഡ് മഹാമാരി നിറം കെടുത്തിയ 2020 വിട പറയാൻ ഇനി മണിക്കൂറുകൾ മാത്രം. പുതുവർഷത്തെ വരവേൽക്കാനൊരുങ്ങി ലോകം. സംസ്ഥാനത്ത് കർശന നിയന്ത്രണങ്ങൾ. വാർത്തകൾ വിശദമായി. കോവിഡ് വാക്സിന്റെ ട്രൈ റൺ രാജ്യത്തെ എല്ലാ സംസ്ഥാനങ്ങളിലും ജനുവരി 2 മുതൽ നടക്കും. ആവശ്യമായ സജ്ജീകരണങ്ങൾ ഒരുക്കാൻ കേന്ദ്രം സംസ്ഥാന സർക്കാരുകളോട് ആവശ്യപ്പെട്ടു. കേന്ദ്ര ആരോഗ്യ സെക്രട്ടറി രാജേഷ് ഭൂഷന്റെ അധ്യക്ഷതയിൽ ചേർന്ന ഉന്നതതല യോഗത്തിന് ശേഷമാണ് തീരുമാനം. കോവിഡ് വാക്സിൻ വിതരണവുമായി ബന്ധപ്പെട്ട മുന്നൊരുക്കങ്ങൾ യോഗം വിലയിരുത്തി. കേന്ദ്ര ആരോഗ്യ മന്ത്രാലയ പ്രിൻസിപ്പൽ സെക്രട്ടറി, സംസ്ഥാന ആരോഗ്യ വകുപ്പുകളിലെ ഉന്നത ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ യോഗത്തിൽ വെർച്വലായി പങ്കെടുത്തു. എല്ലാ സംസ്ഥാന തലസ്ഥാനങ്ങളിലും 3 സ്ഥലങ്ങൾ കണ്ടെത്തി ട്രൈ റൺ നടത്താനാണ് തീരുമാനം. കേരളത്തിലെയും മഹാരാഷ്ട്രയിലെയും വലിയ നഗരങ്ങളിലും ട്രൈ റൺ നടത്തും. കോവിഡ് വാക്സിന്റെ പഴുതുകൾ അടച്ച വിതരണം സുഗമമാക്കുകയാണ് ട്രൈ റണ്ണിന്റെ ലക്ഷ്യം. ലോകത്തെ ഏറ്റവും വലിയ കോവിഡ് പ്രതിരോധ കുത്തിവയ്പ് പദ്ധതിക്ക് രാജ്യം തയ്യാറെടുക്കുകയാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഗുജറാത്തിലെ രാജ്കോട്ടിൽ എയിംസിന്റെ ശിലാസ്ഥാപനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. രാജ്യത്തെ പുതിയ കോവിഡ് കേസുകളുടെ എണ്ണം കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. വാക്സിൻ വിതരണത്തിനുള്ള തയ്യാറെടുപ്പ് അന്തിമഘട്ടത്തിലാണെന്നും അടുത്ത വർഷം അവസാനത്തോടെ എല്ലാവർക്കും വാക്സിൻ ലഭ്യമാക്കുമെന്നും ശ്രീ മോദി പറഞ്ഞു. കേന്ദ്ര സർക്കാർ പാസാക്കിയ കാർഷിക നിയമങ്ങൾക്കെതിരായി കേരള നിയമസഭ പ്രമേയം പാസാക്കി. പ്രത്യേക സമ്മേളനം ചേർന്നാണ് സഭ ശബ്ദ വോട്ടോടെ പ്രമേയം പാസാക്കിയത്. മുഖ്യമന്ത്രി പിണറായി വിജയനാണ് പ്രമേയം നിയമസഭയിൽ അവതരിപ്പിച്ചത്. പുതിയ നിയമം കർഷകരിൽ കടുത്ത ആശങ്കയുണ്ടാക്കുമെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. ഉപഭോക്തൃ സംസ്ഥാനമായ കേരളത്തിലേക്ക് ഭക്ഷ്യവസ്തുക്കളുടെ വരവ് നിലച്ചാൽ സംസ്ഥാനം പട്ടിണിയിലാകും. കാർഷിക രംഗത്തെ പരിഷ്കാരങ്ങൾ ശ്രദ്ധാപൂർവ്വം വിഭാവനം ചെയ്ത് നടപ്പാക്കേണ്ടതാണ്. കോർപ്പറേറ്റ് അനുകൂലവും കർഷക വിരുദ്ധവുമാണ് കാർഷിക നിയമ ഭേദഗതിയെന്നും പ്രമേയത്തിലുണ്ട്. നിയമത്തിനെതിരായ സംസ്ഥാനത്തിന്റെ നിലപാട് വ്യക്തമാക്കാനും പ്രക്ഷോഭത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുവാനാണ് പ്രമേയം. സമ്മേളനത്തിന് മുന്നോടിയായി ഗവർണർ സഭയെ അഭിസംബോധന ചെയ്തു. മുഖ്യമന്ത്രിയുടെ പ്രമേയത്തെ അനുകൂലിച്ച് പ്രതിപക്ഷത്തുനിന്ന് KC ജോസഫ് സംസാരിച്ചു. കാർഷിക ഭേദഗതി ബില്ലിനെതിരെ നിയമസഭയിൽ അവതരിപ്പിച്ച പ്രമേയത്തെ ശക്തമായി എതിർത്തതായി ഒ രാജഗോപാൽ MLA. കേന്ദ്ര ബില്ലിനെയും കേന്ദ്ര സർക്കാരിനെയും താൻ എതിർത്തിട്ടില്ല. ബില്ല് കർഷകർക്ക് ഏറെ ഗുണപ്രദമാണ്. താൻ കേന്ദ്ര സർക്കാരിന് എതിരെയാണെന്നുള്ള പ്രസ്താവനകൾ വാസ്തവ വിരുദ്ധമാണെന്ന് അദ്ദേഹം പറഞ്ഞു. വോട്ടെടുപ്പ് സമയത്ത് പ്രമേയത്തെ അനുകൂലിക്കുന്നവരെയും പ്രതികൂലിക്കുന്നവരെയും വേർതിരിച്ച് സ്പീക്കർ ചോദിച്ചില്ല. വേർതിരിച്ച് ചോദിക്കാതെ ഒറ്റ ചോദ്യമാക്കി ചുരുക്കുകയായിരുന്നു. ഇത് കീഴ്വഴക്കങ്ങളുടെ ലംഘനമാണെന്നും ഒ രാജഗോപാൽ പ്രസ്താവനയിലൂടെ അറിയിച്ചു. സംസ്ഥാനത്ത് ഇന്ന് 5215 പേർക്കാണ് കോവിഡ്-19 സ്ഥിരീകരിച്ചത്. കോഴിക്കോട് 520, തൃശൂർ 515, പത്തനംതിട്ട 512, കോട്ടയം 481, ആലപ്പുഴ 425, തിരുവനന്തപുരം 420, കൊല്ലം 402, മലപ്പുറം 388, കണ്ണൂർ 302, പാലക്കാട് 225, ഇടുക്കി 190, വയനാട് 165, കാസർഗോഡ് 96 എന്നിങ്ങനെയാണ് രോഗബാധ. ഇന്ന് 5376 പേർ രോഗമുക്തി നേടി. അടുത്തിടെ UK-യിൽ നിന്നും വന്ന 32 പേർക്കാണ് ഇതുവരെ കോവിഡ്-19 സ്ഥിരീകരിച്ചത്. ഇവരുടെ സാമ്പിളുകൾ തുടർ പരിശോധനയ്ക്കായി NIV പൂനെയിലേക്ക് അയച്ചിട്ടുണ്ട്. കഴിഞ്ഞ 24 മണിക്കൂറിനിടെ 58,283 സാമ്പിളുകൾ പരിശോധിച്ചു. ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക് 8.95%. തിരുവനന്തപുരം നെയ്യാറ്റിൻകരയിൽ പൊള്ളലേറ്റ് മരിച്ച രാജൻ അമ്പിളി എന്നിവരുടെ മക്കൾക്ക് വീടും സ്ഥലവും ധനസഹായവും നൽകുന്നതിനും അവരുടെ സുരക്ഷിതത്വം ഉറപ്പാക്കുന്നതിനും സംസ്ഥാന മന്ത്രിസഭായോഗം തീരുമാനിച്ചു. ഇവർക്ക് ലൈഫ് പദ്ധതിയിൽ മുൻഗണനാക്രമത്തിൽ വീട് വെച്ച് നൽകും. വിദ്യാഭ്യാസ ആവശ്യങ്ങൾക്കായി മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്നും 5 ലക്ഷം രൂപ വീതം അനുവദിക്കും. കെൽട്രോണിലും അനുബന്ധ കമ്പനികളിലും 10 വർഷത്തിലധികമായി ജോലി ചെയ്യുന്ന 296 കരാർ തൊഴിലാളികളെ സ്ഥിരപ്പെടുത്താൻ മന്ത്രിസഭായോഗം തീരുമാനിച്ചു. സംസ്ഥാനത്തെ പൊതുവിദ്യാലയങ്ങളിൽ നാളെ മുതൽ SSLC +2 ക്ലാസുകൾ തുടങ്ങും. സംശയ ദൂരീകരണത്തിനും പ്രാക്ടിക്കലിനുമായാണ് കുട്ടികൾ സ്കൂളിൽ എത്തുക. ഒരേ സമയം 50% കുട്ടികളെ മാത്രമേ ക്ലാസുകളിൽ അനുവദിക്കൂ. ആദ്യത്തെ ഒരാഴ്ച ഒരു ബെഞ്ചിൽ ഒരു കുട്ടി എന്ന നിലയിൽ ക്ലാസുകൾ ക്രമീകരിക്കണം. കോവിഡ്-19 മഹാമാരി പൂർണ്ണമായും കെട്ടടങ്ങാത്ത സാഹചര്യത്തിൽ വരുന്ന അധ്യയനകാലത്തെ ആത്മവിശ്വാസത്തോടെയും ജാഗ്രതയോടെയും നേരിടണമെന്ന് ആരോഗ്യമന്ത്രി കെ ശൈലജ. സംസ്ഥാനം ഇപ്പോഴും കോവിഡിൽ നിന്നും മുക്തമല്ല. കോവിഡിന്റെ ആശങ്കയ്ക്കിടയിൽ ഈ വർഷത്തെ പഠന പ്രവർത്തനങ്ങൾ ഓൺലൈൻ വഴിയാണ് നടത്തിയത്. പക്ഷേ പൊതുപരീക്ഷയുള്ള 10ാം ക്ലാസും 12ാം ക്ലാസും കോളേജ് തല ക്ലാസുകളും ഇനിയും അടച്ചിടാൻ സാധിക്കില്ല.
പൊതുവിദ്യാലയങ്ങളിൽ 1 മുതൽ 10 വരെ ക്ലാസുകളിൽ ഈ അധ്യയന വർഷം പുതുതായി 1.75 ലക്ഷം കുട്ടികൾ പ്രവേശനം നേടിയതായി സംസ്ഥാന സർക്കാർ. ഈ വർഷത്തെ കുട്ടികളുടെ കണക്കെടുപ്പിന് ശേഷമുള്ള പ്രാഥമിക വിലയിരുത്തലാണ് ഇത്. ആലപ്പുഴ ജില്ലയിൽ കടൽക്ഷോഭം ഉണ്ടായ അമ്പലപ്പുഴ താലൂക്കിലെ പുറക്കാട് പുത്തൻനട പ്രദേശങ്ങളിൽ ജില്ലാ കളക്ടർ എ അലക്സാണ്ടർ സന്ദർശനം നടത്തി. വിശദാംശങ്ങളുമായി ആകാശവാണി ആലപ്പുഴ പ്രതിനിധി ആർ രവികുമാർ. ഇന്നലെ ഉച്ച മുതൽ തുടങ്ങിയ കടൽക്ഷോഭം ഇപ്പോഴും തുടരുകയാണ്. അമ്പലപ്പുഴ ചേർത്തല താലൂക്കുകളിലാണ് കടൽ സംഹാര താണ്ഡവം ആടുന്നത്. അമ്പലപ്പുഴ, തുറക്കാട്, ചെത്തി, ചേന്നവേലി, തൈക്കൽ എന്നീ കടലോര ഗ്രാമങ്ങളിൽ 100-ലധികം വീടുകളിൽ കടൽ വെള്ളം ഇരച്ചു കയറുന്നു. ഇവിടെ താമസിച്ചിരുന്നവർ ബന്ധുവീടുകളിലേക്കും മറ്റും താമസം മാറ്റി തുടങ്ങി. നിരവധി വൃക്ഷങ്ങൾ കടപുഴകി വീണു. ഏക്കറണക്കിന് ഭൂമി കടലെടുത്തു. കടൽഭിത്തി ഇല്ലാത്ത സ്ഥലങ്ങളിലാണ് കടൽക്ഷോഭം രൂക്ഷം. കടൽഭിത്തി തകർത്തും പലയിടങ്ങളിൽ കടൽ കര കവരുന്നുണ്ട്. ജില്ലാ കളക്ടർ എ അലക്സാണ്ടർ, ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് KG രാജേശ്വരി തുടങ്ങിയവർ കടൽക്ഷോഭം മേഖലകളിൽ സന്ദർശനം നടത്തി. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. 2020 വിട പറയാൻ ഇനി മണിക്കൂറുകൾ മാത്രം. ലോകം മുഴുവൻ മഹാമാരിക്കെതിരെയുള്ള പോരാട്ടം തുടരുമ്പോഴാണ് 2020 മറയുന്നത്. മനുഷ്യ സമൂഹത്തിന് മുഴുവൻ ദുരിതവർഷമെന്ന് നിസ്സംശയം പറയേണ്ടി വന്ന ഒരു വർഷം. ആഘോഷങ്ങളും യാത്രകളും കൂടിച്ചേരലുകളും എല്ലാം ഇല്ലാതിരുന്ന വർഷം. മനുഷ്യത്വമാണ് എല്ലാറ്റിനും മുകളിൽ എന്ന് ബോധ്യപ്പെടുത്തിയ വർഷം. 2020 കേരളം ഒരു തിരിഞ്ഞുനോട്ടം. കോവിഡ് മഹാമാരിക്കെതിരെയുള്ള പ്രതിരോധ പ്രവർത്തനങ്ങളിലൂടെ ലോകത്തിനാകെ മാതൃകയാകാൻ കേരളത്തിന് സാധിച്ച വർഷമാണ് കടന്നുപോകുന്നത്. രാജ്യമാകെ ലോക്ഡൌണിലായപ്പോൾ നമ്മുടെ ജനങ്ങൾ പട്ടിണി കിടക്കാതിരിക്കാൻ കമ്മ്യൂണിറ്റി കിച്ചൺ ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾ ഏർപ്പെടുത്തി സർക്കാർ സംവിധാനങ്ങളും ജനകീയ കൂട്ടായ്മകളും മനുഷ്യത്വത്തിന്റെ ഉത്തമ മാതൃകകളായി. കോവിഡ് പ്രതിരോധത്തിന്റെ ആദ്യഘട്ടത്തിൽ കേരളം സ്വീകരിച്ച നടപടികളുടെ പശ്ചാത്തലത്തിൽ ആരോഗ്യമന്ത്രി KK ശൈലജയ്ക്ക് നിരവധി അന്താരാഷ്ട്ര പുരസ്കാരങ്ങളും ലഭിച്ചു. കോവിഡ് പശ്ചാത്തലത്തിൽ നൂതന സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെ സംസ്ഥാനത്തെ സ്കൂളുകളിൽ ചരിത്രത്തിലാദ്യമായി ഓൺലൈൻ ക്ലാസുകൾ ആരംഭിച്ചു. ഇന്ത്യയിലെ തന്നെ ഏറ്റവും മികച്ച രീതിയിൽ കേരളത്തിൽ ഓൺലൈൻ ക്ലാസുകൾ നടപ്പിലാക്കി. കൊറോണ വൈറസ് മൂലം സംസ്ഥാനത്ത് ഇതുവരെ 3048 പേരാണ് മരണത്തിന് കീഴടങ്ങിയത്. പെട്ടിമുടിയിൽ ഓഗസ്റ്റ് 6-നുണ്ടായ മണ്ണിടിച്ചിലിൽ 63 പേർ മരണമടഞ്ഞു. തൊട്ടടുത്ത ദിവസമുണ്ടായ കരിപ്പൂർ വിമാനാപകടം കേരളത്തെ ആകെ ഞെട്ടിച്ചു. അപകടത്തിൽ 19 പേർ മരണമടഞ്ഞു. മലയാള സാഹിത്യ, സാംസ്കാരിക, ചലച്ചിത്ര, രാഷ്ട്രീയ മേഖലകളിലെ നിരവധി പ്രമുഖർ നമ്മെ വിട്ടുപിരിഞ്ഞ വർഷം കൂടിയാണ് 2020. സാഹിത്യരംഗത്ത് മഹാകവി അക്കിത്തം അച്യുതൻ നമ്പൂതിരി, സുഗതകുമാരി, UA ഖാദർ, പുതുശ്ശേരി രാമചന്ദ്രൻ, ചുനക്കര രാമൻകുട്ടി, സുധാകർ മംഗളോദയം തുടങ്ങിയവരും, ചലച്ചിത്ര രംഗത്ത് സംഗീത സംവിധായകൻ MK അർജുനൻ, അഭിനേതാക്കളായ കലിംഗ ശശി, രവി വള്ളത്തോൾ, അനിൽ നെടുമങ്ങാട്, സംവിധായകൻ സച്ചി തുടങ്ങിയവരും, രാഷ്ട്രീയ രംഗത്ത് മുൻ മന്ത്രി CF തോമസ്, മുൻ കേന്ദ്രമന്ത്രി MP വീരേന്ദ്രകുമാർ തുടങ്ങിയ പ്രമുഖരുമാണ് 2020 കാലയവനികയ്ക്കുള്ളിലേക്ക് മറഞ്ഞത്. സംസ്ഥാനത്ത് പുതുവത്സരാഘോഷ പരിപാടികൾക്ക് നിയന്ത്രണം ഏർപ്പെടുത്തിയ സർക്കാർ ഉത്തരവ് കർശനമായി നടപ്പാക്കാൻ സംസ്ഥാന പോലീസ് മേധാവി എല്ലാ ജില്ലാ പോലീസ് മേധാവിമാർക്കും നിർദ്ദേശം നൽകി. ജനക്കൂട്ടവും ആഘോഷങ്ങളും ഇന്ന് രാത്രി 10 മണിക്ക് ശേഷം ഉണ്ടാകില്ലെന്ന് പോലീസ് ഉറപ്പുവരുത്തും. ഇതിനായി ഡ്രോൺ സംവിധാനം ഉൾപ്പെടെ ഉപയോഗിക്കും. എറണാകുളത്തെ വൈറ്റില, കുണ്ടന്നൂർ മേൽപ്പാലങ്ങളുടെ ഉദ്ഘാടനം ജനുവരി 9-ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ നിർവഹിക്കും. 2 പാലങ്ങളിലെയും ഭാരപരിശോധന പൂർത്തിയാക്കി റിപ്പോർട്ട് സമർപ്പിച്ചിരുന്നു. ഇതേ തുടർന്നാണ് ഉദ്ഘാടന പരിപാടി നിശ്ചയിച്ചത്. CBSE 10-12 ക്ലാസുകളിലെ ബോർഡ് പരീക്ഷാ തീയതികൾ പ്രഖ്യാപിച്ചു. പരീക്ഷകൾ മെയ് 4-ന് തുടങ്ങി ജൂൺ 10-നകം പൂർത്തിയാക്കണം. പ്രാക്ടിക്കൽ പരീക്ഷകൾ മാർച്ച് 1 മുതൽ ആരംഭിക്കും. ഫലപ്രഖ്യാപനം ജൂലൈ 15-ന് ഉണ്ടാകും. കേരള തീരത്ത് ഉയർന്ന തിരമാല സാധ്യതാ മുന്നറിയിപ്പ്. നാളെ രാത്രി 11:30 വരെ കൊല്ലം, ആലപ്പുഴ, കൊച്ചി, പൊന്നാനി, കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് എന്നീ തീരങ്ങളിലും താഴ്ന്ന പ്രദേശങ്ങളിലും ഉയർന്ന തിരമാലയ്ക്കും കടലാക്രമണത്തിനും സാധ്യതയുണ്ടെന്ന് ദേശീയ സമുദ്രസ്ഥിതി പഠന ഗവേഷണ കേന്ദ്രം അറിയിച്ചു. പ്രധാന വാർത്തകൾ വീണ്ടും. കോവിഡ് വാക്സിന്റെ ട്രൈ റൺ മറ്റന്നാൾ മുതൽ രാജ്യമെമ്പാടും നടക്കും. ഇന്ത്യ ലോകത്തെ ഏറ്റവും വലിയ വാക്സിനേഷൻ പദ്ധതി നടപ്പാക്കാൻ ഒരുങ്ങുകയാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. കേന്ദ്രത്തിന്റെ പുതിയ കാർഷിക നിയമങ്ങൾക്കെതിരെ കേരള നിയമസഭ പ്രമേയം പാസാക്കി. കേരളത്തിൽ ഇന്ന് കോവിഡ് സ്ഥിരീകരിച്ചത് 5215 പേർക്ക്. രോഗസ്ഥിരീകരണ നിരക്ക് 8.95%. സംസ്ഥാനത്തെ പൊതുവിദ്യാലയങ്ങളിൽ SSLC +2 ക്ലാസുകൾ നാളെ മുതൽ. കോവിഡ് മഹാമാരി നിറം കെടുത്തിയ 2020 വിട പറയാൻ ഇനി മണിക്കൂറുകൾ മാത്രം. പുതുവർഷത്തെ വരവേൽക്കാനൊരുങ്ങി ലോകം. സംസ്ഥാനത്ത് കർശന നിയന്ത്രണങ്ങൾ. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 7:25-ന്.